മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് 9 വർഷം തികയ്ക്കുകയാണ്. രണ്ടാം പിണറായി ഭരണത്തിന്റെ 1-ാം വാർഷികാഘോഷം നാളെ കാസർഗോഡ് തുടക്കമിടുകയാണ്. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വേണ്ടി പിണറായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് 100 കോടിയിലധികം രൂപയാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട്, കഴിഞ്ഞ തവണ അവർക്ക് സാധിച്ചില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ തുടർച്ചയായി ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധൂർത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. എന്റെ കേരളം എന്ന പേരിൽ ജില്ല തോറും 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ പണം അനുവദിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനൊക്കെ വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രത്യേകം അനുവദിച്ചിരിക്കുന്ന ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാവണം. ഇതിന് പബ്ലിസിറ്റി കൊടുക്കാൻ ഓരോ ജില്ലയ്ക്കും 4-5 ലക്ഷം രൂപ വീതം PRDക്ക് അനുവദിച്ചിട്ടുണ്ട്. PRDക്ക് ഇതിന് മുമ്പ് സൂചിപ്പിച്ചതിനപ്പുറത്തേക്കുള്ള ചെലവ് മാത്രം ഏതാണ്ട് 6 കോടിയോളമാണ്. അതിനേക്കാളൊക്കെ വിചിത്രം എക്കാലത്തും ചെയ്യുന്നത് മാതിരി CPMന്റെ സ്വന്തമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 42 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ജർമ്മൻ ഹാങ്ങറുകൾ അല്ലെങ്കിൽ വലിയ ശീതീകരിച്ച കൂടാരങ്ങളാണ് ഇതിനുവേണ്ടി സ്ഥാപിക്കുന്നത്. ഈ 14 ജില്ലയിലും ഇത്തരം ശീതീകരിച്ച കൂടാരങ്ങൾ നിർമ്മിക്കും. ഈ കൂടാരത്തിനാണ് ഈ പ്രദർശനങ്ങൾ നടക്കുക. ഇത് മുഴുവൻ AC ചെയ്യുന്ന സമ്പ്രദായമാണ്. 42 കോടി രൂപയാണ് ഇതിനു വേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുവദിച്ചിരിക്കുന്നത്. എല്ലാ സർക്കാരിന്റെ ഇത്തരം ഉടായ്പകൾക്കും കരാർ കിട്ടുന്നത് ഊരാളുങ്കലിനും. അങ്ങനെ 42 കോടി രൂപ മുടക്കി 14 ജില്ലകളിലും ഇത്ര ശീതീകരിച്ച ഹാളുകൾ പണിയും. എല്ലായിടത്തും പിണറായി വിജയന്റെ പ്രസംഗങ്ങളുണ്ട്. ഈ 14 ജില്ലകളിലും പോയി പിണറായി വിജയൻ താൻ മഹത്വപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നോക്കി പറയും. ഇങ്ങനെ സർവ്വർത്ഥത്തിലും ധൂർത്തിന്റെ ഒരു മേളയ്ക്ക് കളമൊരുങ്ങുകയാണ്.